ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഇറ്റ്സ് ദ ടൈപ്പ് ഓഫ് ക്ലോസസ്. നമ്മൾ കഴിഞ്ഞ തവണ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസിൽ കണ്ടായിരുന്നു. ക്ലോസസിനെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ക്ലോസസ് ഇസ് ആക്ച്വലി വൺ ഓഫ് ദ ബേസിക്സ് ഓഫ് ഗ്രാമർ. നമ്മൾ ആ ക്ലോസസ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ നമുക്ക് ഇതിനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്ലോസസ് ബീങ് ദ വൺ, ആൻഡ് പിന്നെ വേറെ ടൈപ്പ് ഓഫ് സെന്റൻസസ്. ആൻഡ് ടൈപ്പ് ഓഫ് സെന്റൻസസിൽ നമുക്ക് ക്ലോസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ തന്നെ നമുക്ക് ടൈപ്പ് ഓഫ് സെന്റൻസ് ഏതാന്ന് മനസ്സിലാവും. ഒരു സെന്റൻസിൽ എത്ര ക്ലോസസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ കുറേ ടൈപ്പ് ഓഫ് അതിന്റെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ക്ലോസസിന്റെ ബേസിക്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആൻഡ് ഓൾസോ പഠിക്കുമ്പോൾ നിങ്ങൾ കാണാതെ പഠിക്കാതെ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഇറ്റ്. എന്നാലേ നമുക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ പറ്റുള്ളൂ. കാരണം ചില ക്വസ്റ്റ്യൻസിൽ ഇപ്പൊ നമുക്ക് ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഇത് വർക്ക് ആവും എന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ ഇറ്റ്സ് നോട്ട് ഓൾവേസ് അഡ്വൈസബിൾ ദാറ്റ് ആ ഒരു ട്രിക്ക് എല്ലാ ക്വസ്റ്റ്യനിലും ആപ്ലിക്കബിൾ ആവണം എന്നില്ല. നമ്മുടെ കഷ്ടകാലത്തിന് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ഇത്തിരി ട്വിസ്റ്റഡ് ആണെങ്കിൽ ദാറ്റ് വുഡ് നോട്ട് വർക്ക് ദർ ആൻഡ് നമുക്ക് അതിന്റെ മാർക്ക് പോവും. സോ ഇൻ ഓർഡർ ടു മേക്ക് ഷുവർ ദാറ്റ് നമുക്ക് ഫുൾ മാർക്സ് കിട്ടാൻ വേണ്ടിയിട്ട് വാട്ട് വി ഹാവ് ടു ഡു ഇസ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് വെരി ക്ലിയർലി. ഞാൻ പറഞ്ഞ പോലെ ക്ലോസസ് ഫോംസ് ദ ബേസിസ് ഓഫ് ഇംഗ്ലീഷ്. നമ്മൾ ആദ്യം ഇപ്പോൾ നിങ്ങൾ പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ പഠിച്ച ആൾക്കാരാണ്, വേർബ് നൗൺ ഒക്കെ പഠിച്ചതാണ്. അപ്പം സിൻസ് വി ഓൾറെഡി നോ വാട്ട് എ സബ്ജക്ട് ഇസ്, വാട്ട് എൻ ഒബ്ജക്ട് ഇസ്, വാട്ട് എ വേർബ് ഇസ്, എന്ത് ടൈപ്പ് ഓഫ് വേർബ്സ് ഉണ്ട് ഓരോരോ കാര്യത്തിൽ, ആൻഡ് നൗ വി ആർ വെൽ എക്വിപ്ഡ് ടു ലേൺ വാട്ട് ക്ലോസസ് ആർ. അപ്പൊ ക്ലോസസ് എന്താണെന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. ആൻഡ് ലൈക്ക് ഐ സെഡ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ആൻഡ് ഇത് മാത്രമല്ല, ദിസ് ക്യാൻ ബി അപ്ലൈഡ് ടു എ ലോട്ട് ഓഫ് അതർ ക്വസ്റ്റ്യൻസ് ദാറ്റ് ബൈ ഗിവിംഗ് us എ ചാൻസ് ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ ഇംഗ്ലീഷ് as well. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെ ടൈപ്പ് ക്ലോസസ് ഉണ്ട്. സോ ഫസ്റ്റ് ലെറ്റ് മീ ടെൽ യു വാട്ട് ആർ ക്ലോസസ്. നിങ്ങൾ വീഡിയോസ് മുന്നേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ പറയാറുണ്ട് വാട്ട് ആർ ക്ലോസസ് എന്ന്. ബട്ട് സിൻസ് ദിസ് ഇസ് എ വെരി സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് വീഡിയോ ഫോർ ക്ലോസ്, ഞാൻ ആദ്യം തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലോസ് എന്താണെന്ന് ചോദിച്ചാൽ, ടു ബി വെരി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരു സബ്ജക്റ്റും ഉണ്ട് ഒരു വേർബും ഉണ്ട്. ഹിയർ വി കോൾ ഇറ്റ് എ പ്രെഡിക്കേറ്റ്. എന്താണ് ഈ പ്രെഡിക്കേറ്റ് എന്ന് നോക്കിയേ. ലൈക്ക് ഐ സെഡ്, എ ക്ലോസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കണ്ടെയ്നിങ് ബോത്ത്. ഒരു സബ്ജക്റ്റും വേണം, ഒരു പ്രെഡിക്കേറ്റ് വേണം. പ്രെഡിക്കേറ്റ് മീൻസ് എ ഫൈനൈറ്റ് വേർബ്, ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു വേർബ്. ഹീ സിങ്സ് എന്ന് പറയുമ്പോൾ അതൊരു ക്ലോസ് ആണ്. ഹീ സിങ്സ് ബ്യൂട്ടിഫുള്ളി എന്നാണുള്ളൊരു ഫുൾ സെന്റൻസിനെ he sings beautifully എന്നുള്ളൊരു ഫുൾ സെന്റൻസ് ആണ് അല്ലേ. ഹൗ ഡു ഐഡന്റിഫൈ എ ഫുൾ സെന്റൻസ്? ഒരു ഫസ്റ്റ് ഒരു വേർഡ് തുടങ്ങി, ഇറ്റ്സ് എ ക്യാപിറ്റൽ ലെറ്റർ. ഐ എൻഡഡ് ദ സെന്റൻസ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് ഹാസ് എ സബ്ജക്ട്, ഇറ്റ് ഹാസ് എ വേർബ്, ആൻഡ് ഇറ്റ് ഹാസ് വാട്ട് ഇസ് ദിസ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുമ്പോൾ അത് ആഡ്വേർബ് ആണ് അല്ലേ. സോ ഇവിടെ ഇതൊരു ഫുൾ സെന്റൻസ് ആണ്. ഇതിൽ ഞാൻ സബ്ജക്റ്റും വേർബും മാത്രം എടുത്ത് മാറ്റിയാൽ, ഹീ സിങ്സ് എന്ന് മാത്രം എടുത്ത് മാറ്റിയാൽ ദാറ്റ് വുഡ് ബി എ ക്ലോസ്. സോ ദാറ്റ് ഇസ് ഹൗ യു ഐഡന്റിഫൈ എ ക്ലോസ്. ഒരു സബ്ജക്റ്റും വേണം, ഒരു പ്രെഡിക്കേറ്റും വേണം. That is what a clause is. Very important. Like I said, ഇതിൽ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പം നമ്മൾ ബേസിക്സ് തൊട്ട് പോവാണ്. സോ യു ക്യാൻ ടേക്ക് എ ലിറ്റിൽ മോർ ടൈം ഇൻ ഐഡന്റിഫൈങ്. ഒരു സെന്റൻസ് ഞാൻ ഇവിടെ തരുമ്പോൾ ഐഡന്റിഫൈ ഓൾ ദ വേർഡ്സ്. അതിൽ എല്ലാ വേർഡ്സും ആ സെന്റൻസിൽ എന്ത് കമ്പോണന്റ് ആണെന്നും കൂടെ ഐഡന്റിഫൈ ചെയ്ത് തന്നെ പോവുക. ബിക്കോസ് നമ്മൾ പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് പഠിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ബട്ട് പഠിക്കുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡൂയിങ് ഇറ്റ് വെരി സിസ്റ്റമാറ്റിക്കലി ആൻഡ് ഓൾസോ നിങ്ങൾ വൃത്തിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്യാം. ഐ വുഡൻറ്റ് സജസ്റ്റ് ദാറ്റ് പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ ഞാൻ ക്ലോസ് എന്താന്ന് പറഞ്ഞെന്ന് പോയാൽ ഇറ്റ് വുഡൻറ്റ് ബി ക്ലിയർ ഫോർ യു. അപ്പൊ ഇതൊരു 1 hour ഇതിനു വേണ്ടി നിങ്ങൾ ഡിവോട്ട് ചെയ്താൽ യു ക്യാൻ മേക്ക്, ഐ ഗ്യാരണ്ടി ദാറ്റ് ഇത് മര്യാദയ്ക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ക്ലോസസിന് എന്ത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. സോ മേക്ക് ഷുവർ ദാറ്റ് ഇത് ഇപ്പൊ പഠിക്കുമ്പോൾ ബേസിക്സ് ആയിട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഇവിടെ നോക്കിയേ, 2 ടൈപ്പ് ഓഫ് ക്ലോസസ് ഉണ്ട്. ദസ് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആൻഡ് ഓൾസോ ഡിപെൻഡന്റ് ക്ലോസ്. ആസ് ദ നെയിം സജസ്റ്റ് ആണ്, ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇൻഡിപെൻഡന്റ് ആയിട്ടും അതിനൊരു മീനിങ് ഉണ്ട്. ദ മിനിസ്റ്റർ റിസൈൻഡ്, കണ്ടോ. The full sentence would be the minister resigned due to corruption allegation. അങ്ങനെ വല്ല ആയിരിക്കും the whole sentence. But if I only take the minister resigned, അവിടെ the subject ഉണ്ട്, verbum ഉണ്ട് അല്ലേ. There's a finite verb ഉണ്ട്, subject ഉണ്ട്. Subject plus verb is what? A clause. So this is a clause. Also it has a meaning on its own അല്ലേ. The minister resigned എന്ന് പറയുമ്പോൾ you understand the meaning. Minister രാജിവെച്ചു, that's the whole meaning. It can exist independently. That is why it is called an independent clause. ഇനി അടുത്ത് നോക്കിയേ, what's a dependent clause? Like I said, it cannot stand alone. It has to be, കണ്ടോ, ലൈക്ക് ഐ സെഡ് ഇവിടുത്തെ ഫുൾ സെന്റൻസ് വാസ് ദ മിനിസ്റ്റർ റിസൈൻഡ് ആഫ്റ്റർ ദ സ്കാൻഡൽ ബ്രോക്ക് എന്നായിരുന്നു. ഇവിടെ നോക്കി, ഡ്യൂ ടു കറപ്ഷൻ ആഫ്റ്റർ ദ സ്കാൻഡൽ ബ്രോക്ക്. ഇവിടെ നോക്കിയ, ദ സ്കാൻഡൽ ഇസ് ദ സബ്ജക്ട്, ബ്രോക്ക് ഇസ് ദ വേർബ് ഇല്ലേ.
സോ സബ്ജക്റ്റും വെർബും കൂടെ ഇതൊരു ക്ലോസ് തന്നെയാണ്. ബട്ട് if I just say after the scandal broke, does it make any sense to you? ഇല്ല, it doesn't convey any meaning fully, right? You don't get the full picture of it. So after the scandal broke, സബ്ജക്റ്റും ഉണ്ട് വെർബും ഉണ്ട്. It is a clause, but it's a dependent clause. ഈ ക്ലോസ് ഡിപ്പെൻഡ്സ് ഓൺ ദിസ് ദ മിനിസ്റ്റർ റിസൈൻഡ് എന്നുള്ള ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമാണ് ഡിപ്പെൻഡന്റ് ക്ലോസ്. സോ ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? ഞാൻ ബേസിക്സ് ആയതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഐ വോണ്ട് ഓൾ ഓഫ് യു ടു അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി. സോ സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്. സബ്ജക്ട് പ്ലസ് വേർബ് ഇസ് എ ക്ലോസ്. ക്ലോസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ദാറ്റ്സ് എ ഡിപ്പെൻഡന്റ് ക്ലോസ് ആൻഡ് ഓൾസോ ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആണെങ്കിൽ തന്നെ യു ഗെറ്റ് എ മീനിങ്, യു ഗെറ്റ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇൻഡിപെൻഡന്റ് ആണ്. ഡിപ്പെൻഡന്റ് ക്ലോസ് ആണെന്ന് വെച്ചാൽ ഇറ്റ് ഡസൻറ്റ് ഓൺ ഇറ്റ്സ് ഓൺ ഇറ്റ് ഡസൻറ്റ് കൺവേ എനിത്തിങ് എന്നുള്ള മീനിങ് ആണ്. ഇറ്റ് നീഡ്സ് ടു ഹാവ് എ സപ്പോർട്ട് ഫ്രം എ ക്ലോസ്. ആൻഡ് ഇൻഡിപെൻഡന്റ് ക്ലോസ് അതിൻ്റെ കൂടെ വന്നാലേ യു ഗെറ്റ് ദ ഹോൾ മീനിങ് ഓഫ് ഇറ്റ്. Am I clear? So ഇത്രയും ആണ് ബേസിക്സ് ഓഫ് വാട്ട് എ ക്ലോസ് ഇസ്. ഇനി അടുത്ത നോക്കാം. ലൈക്ക് ഐ സെഡ്, ഒരു ബ്രോഡ് ആയിട്ട് ഞാൻ ക്ലോസസിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ദസ് ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഓൾസോ എ ഡിപ്പെൻഡന്റ് ക്ലോസ്, അല്ലേ? ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണെങ്കിൽ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസസിനെ ഐ ക്യാൻ കണക്ട് യൂസിങ് എന്തായിരിക്കും? കൺജങ്ഷൻസ് വെച്ചല്ലേ നമ്മൾ കണക്ട് ചെയ്യുന്നത്. യു നോ ദാറ്റ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫാൻ ബോയ്സ് എന്നുള്ളൊരു കൺജങ്ഷൻസ് ഉണ്ട്. ഫാൻ ബോയ്സ് എന്താ? ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ. ഇതാണ് ഫാൻ ബോയ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കൺജങ്ഷൻസ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു ലേൺ ദ ടൈപ്പ് ഓഫ് സെന്റൻസസ്. സിമ്പിൾ, കോംപ്ലെക്സ്, കോമ്പൗണ്ട് സെന്റൻസസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഈ ഫാൻ ബോയ്സ് എന്നുള്ളൊരു ആക്രോണിം പഠിച്ചു വെച്ചാൽ നിങ്ങളുടെ ലൈഫ് വുഡ് ബി വെരി ഈസിയർ ഫോർ ഐഡന്റിഫൈങ് ദ ടൈപ്പ് ഓഫ് സെന്റൻസസ്. സോ ഫാൻ ബോയ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസ് നോക്കിയേ. ഹി is coming tomorrow and we are having dinner എന്നാന്ന് വെച്ചോ. ഓക്കെ, സോ രണ്ട് ക്ലോസ് ഉണ്ടല്ലോ. ഹി ഈസ് കമ്മിങ് ടുമോറോ ഇസ് ദ വൺ ക്ലോസ്. വി ആർ ഹാവിംഗ് ഡിന്നർ ഇസ് ഇവിടെ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് ആൻഡ് വെച്ചാണ്, വിച്ച് ഇസ് ഇൻ ദ ഫാൻ ബോയ്സ്. സോ രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്ലോസ് അല്ലേ ഇത്. ഹി ഈസ് കമ്മിങ് ടുമോറോ മേക്സ് സെൻസ്, വി ആർ ഹാവിംഗ് ഡിന്നറും മേക്ക് സെൻസ്. രണ്ടിനെ ഞാൻ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നത് ഒരു കൺജങ്ഷൻ അല്ലെങ്കിൽ കണക്ടേഴ്സ് വെച്ചിട്ടാണ്. ദർ ആർ ഓൾസോ ലൈക്ക് സെമി കോളൻസ് വെച്ച് എനിക്ക് കണക്ട് ചെയ്യാം. ഓൾസോ അഡ്ജക്റ്റീവ്സ്, കൺജങ്ക്റ്റീവ് ആഡ്വേർബ്സ് എന്ന് പറയും, അല്ലേ? ഹൗവർ, therefore, moreover, വേറെന്താ? nevertheless, nonetheless. ഇതൊക്കെയാണ് കൺജങ്ക്റ്റീവ് ആഡ്വേർബ്സ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ഇതൊക്കെ എന്താണ് സാധനം എന്ന്. ലൈക്ക് ഐ സെഡ്, ഇറ്റ് ഇസ് വെരി യൂസ്ഫുൾ ടു ഐഡന്റിഫിക്കേഷൻ ഓഫ് സെന്റൻസസ് പോർഷൻ വരുമ്പോൾ ദിസ് ആർ ഓൾ വെരി യൂസ്ഫുൾ. ഇനി വേറെ നമ്മൾ ഈ പെർട്ടിക്കുലർ ലെക്ചറിൽ വാട്ട് ഐ എം ഫോക്കസിങ് ഇസ് ടു ഐഡന്റിഫൈ ഡിപ്പെൻഡന്റ് ക്ലോസസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നാണ്. ഡിപ്പെൻഡന്റ് ക്ലോസിന് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. കാരണം ഇറ്റ് നീഡ്സ് സംതിങ് എൽസ്. നോ, സോ ദിസ് ഇസ് എ സബോർഡിനേറ്റ്. സബോർഡിനേറ്റ് ക്ലോസ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസസ് ആർ ഓഫ് 3 മെയിൻ ടൈപ്സ്. ഒന്നുകിൽ നൗൺ ക്ലോസ് ഉണ്ട്, അല്ലെങ്കിൽ ആഡ്ജക്റ്റീവ് ക്ലോസ്, അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ്. രണ്ടും ഒരേ പേരാണ്. സോ ഓപ്ഷനിൽ യു മൈറ്റ് നോ വാട്ട് ആഡ്ജക്റ്റീവ് ക്ലോസ് ഇസ്, പക്ഷേ ഓപ്ഷനിൽ ആഡ്ജക്റ്റീവ് ക്ലോസ് ഇല്ലല്ലോ, തെറ്റാന്ന് വിചാരിക്കരുത്. ആഡ്ജക്റ്റീവ് ക്ലോസ് ആൻഡ് റിലേറ്റീവ് ക്ലോസ് ഇസ് ദ സെയിം തിങ്. സോ ഓപ്ഷനിൽ റിലേറ്റീവ് ക്ലോസ് ഉണ്ടെങ്കിൽ യു ക്യാൻ മാർക്ക് ദാറ്റ് ആസ് ദ ആൻസർ. അല്ലെങ്കിൽ ആഡ്വേർബിയൽ ക്ലോസസ് ഉണ്ട്. ആഡ്വേർബിയൽ ക്ലോസസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇൻ ദിസ് പെർട്ടിക്കുലർ വീഡിയോ വിൽ ബി ഫോക്കസിങ് ഓൺ ദ ഡിപ്പെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ്. 3 ടൈപ്സ് ഉണ്ട്. നൗൺ ക്ലോസ്, ആഡ്ജക്റ്റീവ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ്, അല്ലെങ്കിൽ ആഡ്വേർബിയൽ ക്ലോസ്. നമുക്ക് ക്ലോസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാം. ലൈക്ക് ഐ സെഡ്, there are 3 types of dependent clauses. നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, എന്താണ് ഇതിന്റെ നേച്ചർ ഓർ മാർക്കേഴ്സ് ടു ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ക്ലോസ് എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. When you look at the next, noun clause ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നൗൺ എന്താന്ന് ആദ്യം അറിയണം, ക്ലോസ് എന്താന്നും ആദ്യം അറിയണം. അത് അത്ര അറിഞ്ഞിട്ട് നമ്മൾ ലൈക്ക് ഐ സെഡ്, ഇതിപ്പം ഇംഗ്ലീഷിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ല. ബേസ് ടോപ്പിക്സ് എല്ലാം അറിഞ്ഞ് കവർ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലോസസ് പഠിക്കാം ഇനി. അങ്ങനെയാണ്. ലൈക്ക് നമ്മൾ ആദ്യം ഒരു സെന്റൻസ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടില്ല, പിന്നെ പാരഗ്രാഫ്സിലോട്ട് പോകുള്ളൂ. സെയിം തിങ്. സോ യു മൈറ്റ് ഹാവ് കവേർഡ് ഓൾ ദ ബേസ് തിങ്സ്. പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ കവർ ചെയ്ത് ഐഡന്റിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ നൗ യു ആർ എക്വിപ്ഡ് ടു ലേൺ വാട്ട് ക്ലോസസ് ആർ. അങ്ങനെയാണെങ്കിൽ ക്ലോസ് എന്താണെന്നും നൗൺ എന്താണെന്നും നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം അറിയാം. ക്ലോസസ് എന്താണെന്ന് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞല്ലോ. നൗൺ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു, അല്ലേ? നൗൺ എന്താണ്? നെയിമിംഗ് വേർഡ്. ലൈക്ക് വി ഹാവ് ബീൻ ഹിയറിംഗ് ദിസ് ഫ്രം സ്കൂൾ, അല്ലേ? നൗൺ ഇസ് എ നെയിമിംഗ് വേർഡ് എന്ന്. സോ ഇവിടെ നോക്കിയേ, നൗൺ ക്ലോസസ് എന്തായിട്ടാണ് നോക്കുക.
Noun clauses could either be a subject, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് ആണ്, ഇറ്റ്സ് നോട്ട് ദ ഒരാളെ പ്രേസ് ചെയ്യുന്നതല്ല, ദിസ് ഇസ് എ കോംപ്ലിമെന്ററി എന്നൊക്കെ പറയുന്ന കോംപ്ലിമെന്റ്. സോ ഇറ്റ് ക്യാൻ ബി ഐദർ ബി എ സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, ഓർ എ കോംപ്ലിമെന്റ്. എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഐ സെഡ്, ഇതിൽ കുറേയൊക്കെ എക്സാമ്പിൾസ് വെച്ച് പഠിച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു റീകളക്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. ഇവിടെ നോക്കിയേ, ലൈക്ക് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഇവിടുത്തെ നമ്മൾ ഏത് സെന്റൻസ് എടുക്കുന്നെങ്കിലും സിൻസ് വി ആർ, നമുക്ക് തറവായിട്ട് പഠിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. സോ വിൽ ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ പോവാം. ഐ നോ ഹെർ എന്നുള്ളതൊരു സെന്റൻസ് ആണ് അല്ലേ. വാട്ട് ഇസ് ഐ ഹിയർ? ഐ ഇസ് ദ സബ്ജക്ട്, അല്ലെങ്കിൽ എന്താ, ഇറ്റ്സ് എ പ്രോനൗൺ അല്ലേ. നോ എന്താണ്? വേർബ് ആണ്. ഐ നോ ഹൂ, ആരെ അറിയാം? ആ ഹൂ അല്ലെങ്കിൽ വാട്ട് ചോദിക്കുമ്പോൾ വാട്ട് യു ഗെറ്റ് ദ ഒബ്ജക്ട് അല്ലേ. ദ ഒബ്ജക്റ്റ് ആണ് ഓൾസോ എ പ്രോനൗൺ. ദിസ് ഇസ് വാട്ട് ഐ സെഡ്. ഈ ഒരു പെർട്ടിക്കുലർ ലെക്ചറിൽ വെനെവർ ഐ ഗിവ് യു എ സെന്റൻസ്, പ്ലീസ് ട്രൈ ടു ഐഡന്റിഫൈ ഓരോ വേർഡും അതിൽ എന്ത് കമ്പോണന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ചിലവർക്ക് അത് ഭയങ്കര ഫ്യൂട്ടൈലായിട്ട് തോന്നും, ബട്ട് പ്ലീസ് ട്രസ്റ്റ് മീ ദാറ്റ് ഇങ്ങനെ ഒരു ബേസിക് ആയിട്ട് പഠിച്ചു പോയാൽ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ ഫോർ യു. ഐ നോ ഹെർ എന്നാണ് ഞാൻ പറഞ്ഞത്. സോ യു ഐഡന്റിഫൈഡ് സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഇതിൽ ഞാൻ ഐ നോ എന്ന് മാത്രം പറഞ്ഞാൽ ഇറ്റ് വുഡ് ബി എ ക്ലോസ് അല്ലേ. ഇനി ഐ നോ ദാറ്റ് യു ഹാവ് ഈറ്റൻ മൈ സാൻഡ്വിച്ച്. ഇവിടെ എന്താ? ഐ ഇസ് അഗൈൻ എ സബ്ജക്റ്റ്. നോ വേർബ് ആണ്. വേർബിനോട് വാട്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഐ നോ വാട്ട്? ഐ നോ ദാറ്റ് യു ഹാവ് ഈറ്റൻ മൈ സാൻഡ്വിച്ച്. ഈ ഹോൾ സാധനമാണ് ഇവിടത്തെ ഒബ്ജക്റ്റ് ആണല്ലോ. ഐ നോ ഹെർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. ദിസ് ഇസ് ഓൾസോ പ്രോനൗൺ അല്ലേ. ഇപ്പൊ ഐ നോ രാഹുൽ എന്നാന്ന് വെച്ചോ, രാഹുൽ ഇസ് എ നൗൺ ഹിയർ റൈറ്റ്. അപ്പൊ ഞാൻ ഇവിടെ ഈ നൗൺ ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓർമ്മയുണ്ടല്ലോ, തൊട്ട് മുന്നത്തെ സ്ലൈഡ് ഞാൻ പറഞ്ഞായിരുന്നു നൗൺ ക്ലോസസ് ക്യാൻ ബി സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ഓർ കോംപ്ലിമെന്റ് എന്ന്. നമ്മൾ എപ്പോഴും ഒരു സെന്റൻസിനോട് വേർബിനോട് വാട്ട് അല്ലെങ്കിൽ ഹൂ എന്ന് ചോദിക്കുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ സെന്റൻസ്. ഐ നോ വാട്ട് എന്ന് ചോദിക്കുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇസ് ഐ നോ ദാറ്റ് യു ഹാവ് ഈറ്റൻ മൈ സാൻഡ്വിച്ച്. നീ ഏതാ സാൻഡ്വിച്ച് കഴിച്ചോ എന്ന് എനിക്ക് അറിയാം. സോ ഇറ്റ് ഇസ് എ ഹോൾ ക്ലോസ് അല്ലേ. കാരണം നോക്കിയേ, സബ്ജക്റ്റ് ഉണ്ട്, ഹാവ് ഈറ്റൻ ഇസ് ദ വേർബ്, ആൻഡ് യു ഹാവ് എൻ ഒബ്ജക്റ്റ് ഓൾസോ അല്ലേ. സോ ഐ നോ ദാറ്റ് യു ഹാവ് ഈറ്റൻ എന്ന് പറയുന്ന ഒരു ഹോൾ ഒബ്ജക്റ്റ് ആണ്, ആൻഡ് ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇസ് എ noun clause. Whenever ഒരു ക്ലോസ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഒരു ഫുൾ ക്ലോസ് ആണെങ്കിൽ that will always be a noun clause. Am I clear? ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടണം. പ്ലീസ് ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ്. ആ നോയിനെ ഞാൻ യു നോ വാട്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് noun clause ആണ്. ഇവിടെ നോക്കിയേ, why she left the meeting is not clear. Why she left, ഇത്രയാണ് ഇവിടുത്തെ ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന സാധനം. Why she left the meeting is not clear. എന്തുകൊണ്ട് അവർ ലീവ് ചെയ്തു എന്ന് എനിക്കറിയില്ല ആണല്ലോ. അപ്പൊ ഹോൾ തിങ് എന്താണ്? അവിടുത്തെ സബ്ജക്റ്റ് ആണ്. ആ സബ്ജക്റ്റ് എന്താണ്? The whole thing is a subject. So it can be a noun clause. ക്ലോസും ആണല്ലോ, സബ്ജക്റ്റും ഉണ്ട്, വേർബും ഉണ്ട്. That is how you identify it's a noun clause or not. ഇപ്പൊ നമുക്ക് noun clause മാത്രമല്ല, ഞാൻ എല്ലാ ക്ലോസും ഓരോന്നായിട്ട് പഠിപ്പിച്ചു തരാം. ആൻഡ് ഫൈനലി വി ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ടുഗെദർ സോ ദാറ്റ് നമുക്ക് എല്ലാം ക്ലിയർ ആവും എന്നുള്ളത്. ഇത്രയും ഇപ്പൊ നോക്കിയാൽ മതി. ദാറ്റ് സബ്ജക്ട്, നൗൺ ക്ലോസ് ക്യാൻ ആക്ട് ആസ് എ സബ്ജക്ട്, ഒബ്ജക്ട് ഓർ എ കോംപ്ലിമെന്റ്. ഇത്രയും ഇപ്പൊ നമുക്ക് ഇവിടെ ഡോണ്ട് ബി കൺഫ്യൂസ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ലൈക്ക് ഐ സെഡ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഞാൻ നമുക്ക് തിയറിറ്റിക്കലി തന്നെ നോക്കുകയാണെങ്കിൽ നൗൺ ക്ലോസ് ലൈക്ക് ഐ സെഡ് ഇറ്റ് ഫങ്ഷൻസ് ആസ് എ നൗൺ ആണ്. ഒന്നെങ്കിൽ എന്താവും? സബ്ജക്റ്റ് ആവാം, ഒബ്ജക്റ്റ് ആവാം, കോംപ്ലിമെന്റ് ആവാം, പോസിറ്റീവ് ആവാം. സബ്ജക്റ്റ് ആണെങ്കിൽ നോക്കിയ എക്സാമ്പിൾ, നൗൺ ക്ലോസ് സബ്ജക്റ്റ് ആണെങ്കിൽ that the government ignored recommendations was troubling. നേരത്തെ ഞാൻ പറഞ്ഞ why she left the meeting did not understand എന്നുള്ള പോലെ that the government ignored recommendations was troubling. ഈ ഹോൾ സാധനമാണല്ലോ ഇവിടെ സബ്ജക്റ്റ്. was troubling എന്താണ്? വേർബും ഒബ്ജക്റ്റും ആണ് അല്ലേ. അപ്പോൾ ഗവൺമെന്റ് ഇഗ്നോർഡ് റെക്കമെൻഡേഷൻസ് എന്നുള്ള ഹോൾ സാധനം ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്. അതൊരു ക്ലോസുമാണ്, കാരണം there is a subject here, a verb here. ലൈക്ക് ഐ സെഡ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്ലോസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സബ്ജക്റ്റും വേർബും ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ക്ലോസ് ആവുള്ളൂ. ദാറ്റ് ദ ഗവൺമെന്റ് എന്ന് മാത്രം ഞാൻ പറഞ്ഞാൽ അതൊരു ക്ലോസ് അല്ല. ദാറ്റ് ദ ഗവൺമെന്റ് ഇഗ്നോർഡ് വരെ പറഞ്ഞാലേ അതൊരു ക്ലോസ് ആവുള്ളൂ. സോ ദാറ്റ് ദ ഗവൺമെന്റ് ഇഗ്നോർഡ് റെക്കമെൻഡേഷൻസ് വാസ് ട്രബിളിംഗിൽ അത് നൗൺ ക്ലോസ് ഒരു സബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ആവുന്ന നോക്കിയേ, the court held that the right to privacy is fundamental.
ദ കോർട്ട് ഹെൽഡ് വാട്ട് എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഹെൽഡിനോട്, ഹെൽഡ് എന്ന് പറഞ്ഞ ഇവിടുത്തെ വേർബാണ്. വേർബിനോട് ഞാൻ വാട്ട് എന്ന് ചോദിക്കുമ്പോൾ ഐ ഗെറ്റ് ദ ഒബ്ജക്റ്റ്. ഇത് ഫുൾ ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് അല്ലേ, ഇത് ഹോൾ ഒബ്ജക്റ്റ് ആണ്. വേർബിനോട് ഞാൻ വാട്ട് എന്ന് ചോദിക്കുമ്പോൾ ഐ ഗെറ്റ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ സെന്റൻസ്. സോ ഇവിടെ അതൊരു ക്ലോസും കൂടെയാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ വേർഡ് അല്ലേ, ഇതൊരു ഹോൾ തിങ് ആണ്. ദാറ്റ് ദ റൈറ്റ് ടു പ്രൈവസി ഈസ് ഫണ്ടമെന്റൽ. കണ്ടോ, വേർബും ഉണ്ട്, റൈറ്റ് ടു പ്രൈവസി ഇസ് എ സബ്ജക്ട് ഓൾസോ. സോ ഇറ്റ്സ് എ ക്ലോസ്. സോ ഇവിടെ നൗൺ ക്ലോസ് ഇസ് ആൻ ഒബ്ജക്ട്. കോംപ്ലിമെന്റ് നോക്കിയേ, നൗൺ ക്ലോസ് ഒരു ലിങ്കിങ് വേർബ് വെച്ചിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് കോംപ്ലിമെന്റ് ആവുന്നത്. നോക്കിയേ, ദ ട്രൂത്ത് ഇസ് ദാറ്റ് ദ പ്രോസസ് വാസ് കോംപ്രമൈസ്ഡ്. കണ്ടോ, ലിങ്കിങ് വേർബ് ഏതൊക്കെയാ? ഇസ്, വാസ്, റിമെയിൻസ് ഒക്കെയാണ്. സോ ദ ട്രൂത്ത് ഇസ്, ദ ട്രൂത്ത് ഇസ് വാട്ട്? ദ ട്രൂത്ത് ഇസിനോട് നമ്മൾ ലിങ്കിങ് വേർബിനോട് വാട്ട് എന്ന് ചോദിക്കുമ്പോൾ ഐ ഗെറ്റ് ദ ഹോൾ തിങ്. ഇതൊരു എന്താ, ദ പ്രോസസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്. വാസ് കോംപ്രമൈസ് ഇസ് ദ വേർബ്. സബ്ജക്ട് പ്ലസ് വേർബ് ഇസ് വാട്ട്? എ ക്ലോസ്. സോ ഇതൊരു നൗൺ ക്ലോസ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആസ്ക് വാട്ട് ടു ദ വേർബ് ഓർ ഹൂ ടു ദ വേർബ്. അപ്പൊ നമുക്ക് യൂഷ്വലി ഒബ്ജക്റ്റാണ് കിട്ടുക. ആ ഒബ്ജക്റ്റ് കിട്ടുന്നത് ഒരു ഫുൾ ക്ലോസ് ആണ്. ക്ലോസ് എന്താ? സബ്ജക്റ്റും വേർബും ഉണ്ടെങ്കിൽ അതൊരു നൗൺ ക്ലോസ് ആയിരിക്കും. ടു ബി വെരി പ്രിസൈസ്, ദിസ് ഇസ് ദ ഹോൾ തിങ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാലും ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. അടുത്ത നോക്കാം, അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ് എന്താണെന്നാ നോക്കുന്നത്. അഡ്ജക്റ്റീവ് എന്താ? വി നോ ദാറ്റ് അഡ്ജക്റ്റീവ് മോഡിഫൈസ് എ നൗൺ അല്ലേ, അല്ലെങ്കിൽ ഒരു പ്രോനൗൺ. ഒരു മെയിൻ ക്ലോസിനില് അഡ്ജക്റ്റീവ് എന്താ? ലൈക്ക് ഐ സെഡ്, ഈ ക്ലോസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം സബ്ജക്റ്റും വേർബും ആണെന്ന്. ആ ഹോൾ ക്ലോസ് ഇഫ് ഇറ്റ് ഇസ് ബേസിക്കലി ക്വാളിഫൈങ് ഓർ ഡിസ്ക്രൈബിങ് എ നൗൺ, അങ്ങനെയാണെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസ് ആവും. അഡ്ജക്റ്റീവ് എന്താന്ന് അറിഞ്ഞിരിക്കുന്ന ബേസിക് സാധനം മാത്രമേ ഇതിലും ഉള്ളൂ. അടുത്ത് നോക്കാം, എന്താണ് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് കൃത്യമായിട്ട് പഠിക്കാം. അഡ്ജക്റ്റീവ് ക്ലോസ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ് ഞാൻ ഒന്നുകൂടെ എഴുതാം. ഇതാണ് അഡ്ജക്റ്റീവ്, സോ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് ഇൻ യുവർ ഹെഡ്. അഡ്ജക്റ്റീവ് ക്ലോസ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ്, ഇറ്റ്സ് സെയിം തിങ്. രണ്ട് പേരുണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിസ്ട്രിക്റ്റീവ് അല്ലെങ്കിൽ നോൺ റെസ്ട്രിക്റ്റീവ് ആയിരിക്കും. റെസ്ട്രിക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് ഡിഫൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയേ. ഇറ്റ് ഈസ് എസെൻഷ്യൽ, ഇറ്റ് ഐഡന്റിഫൈസ് വിച്ച് നൗൺ ഇസ് മെന്റ്. ഒരു കോമാസ് ഒന്നുമില്ല, ഇടയ്ക്ക് എന്താ കൃത്യമായിട്ട് പറയും. നോക്കിയേ, the legislation that was passed last year has been challenged. ആ ലെജിസ്ലേഷൻ കണ്ടോ, ഇതിവിടുത്തെ നൗൺ ആണല്ലോ. ഈ ലെജിസ്ലേഷനെ പറ്റി ഞാൻ ഉടനെ തന്നെ പറയാണ്. ലാസ്റ്റ് ഇയർ ഐഡന്റിഫൈ ചെയ്ത ലെജിസ്ലേച്ചർ. സോ ദിസ് ലെജിസ്ലേച്ചറിനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതല്ലേ ഇത്. സോ ദിസ് ഇസ് എൻ അഡ്ജക്റ്റീവ് ആണല്ലോ. ആൻഡ് അഡ്ജക്റ്റീവ് ഹാസ് സബ്ജക്റ്റും വേർബും ഇവിടെ ഉണ്ട് താനും. അപ്പൊ എന്താ? ഇറ്റ് ഇസ് എ അഡ്ജക്റ്റീവ് ക്ലോസ്. ഇതാണ് റെസ്ട്രിക്റ്റീവ് അല്ലെങ്കിൽ ഡിഫൈനിങ് എന്ന് പറയുന്നത്. ബിക്കോസ് ഐ എം ലിറ്ററലി ഡിഫൈനിങ് ദിസ് ലെജിസ്ലേഷൻ വിച്ച് ഇസ് ദ നൗൺ. നോൺ റെസ്ട്രിക്റ്റീവ് എന്താ? യൂഷ്വലി റെസ്ട്രിക്റ്റീവ് ആണെങ്കിൽ യു ക്യാൻ ഐഡന്റിഫൈ ഇറ്റ് വിത്ത് ദാറ്റ്. കണ്ടോ, ദ ലെജിസ്ലേഷൻ ദാറ്റ് വാസ് പാസ്ഡ്. കോമയൊന്നും ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി ഡയറക്റ്റ് കണക്റ്റഡ് ആൻഡ് ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ഓർ ഡിഫൈനിങ് വാട്ട് ദ നൗൺ ഇസ്. നോൺ റെസ്ട്രിക്റ്റീവ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ അഡീഷണൽ ഇൻഫോ. നോൺ ഡിഫൈനിങ് ആണ്, ആദ്യത്തെ ഡെഫിനിഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. ദിസ് വുഡ് ബി ആൻ അഡീഷണൽ ഇൻഫോ. അപ്പൊ അവിടെ കോമാസ് ഒക്കെ ഉണ്ടാവും. നോക്കിയേ, the Supreme Court, which was established in 1950, has delivered landmark judgments. ഈ സുപ്രീം കോർട്ട് ഇവിടുത്തെ നൗൺ ആണ് അല്ലേ. അതിനെ ഞാൻ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് ഞാൻ ഇവിടെ ഒരു കോമ ഇട്ടിട്ട് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് 1950 ആണെന്ന് പറഞ്ഞു. അതേ സുപ്രീം കോർട്ട് തന്നെയാണ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഡെലിവർ ചെയ്തേക്കുന്നത് അല്ലേ. സോ ഇറ്റ് ഇസ് എൻ അഡീഷണൽ ഇൻഫർമേഷൻ. സോ യു പുട്ട് കോമസ്. ഇവിടെ ഒരിക്കലും ദ സുപ്രീം കോർട്ട് ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1950 ഹാസ് പാസ്ഡ് എന്ന് പറയില്ല. ബിക്കോസ് ഇറ്റ്സ് എൻ അഡീഷണൽ ഇൻഫോ. ആ ദാറ്റ് എന്നായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ റെസ്ട്രിക്റ്റീവ് ക്ലോസ്. ഇവിടെ ഇപ്പൊ എന്താണ്? ഇറ്റ്സ് നോൺ റെസ്ട്രിക്റ്റീവ് അല്ലെങ്കിൽ നോൺ ഡിഫൈനിങ് ആണ്. ഇറ്റ്സ് ജസ്റ്റ് എൻ അഡീഷണൽ ഇൻഫോ. നിങ്ങൾക്ക് ഒരു കോമയൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറയണമെങ്കിൽ ദാറ്റ് ഇസ് എ നോൺ റെസ്ട്രിക്റ്റീവ് ക്ലോസ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസിന് രണ്ട് ടൈപ്പാണ്. റെസ്ട്രിക്റ്റീവും ഉണ്ട്, നോൺ റെസ്ട്രിക്റ്റീവും ഉണ്ട്. റിലേറ്റീവ് ക്ലോസ് തന്നെയാണ് അഡ്ജക്റ്റീവ് ക്ലോസ്. യു നോ വാട്ട് എൻ അഡ്ജക്റ്റീവ് ഇസ്? ഇറ്റ്സ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ നൗൺ അല്ലേ. നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യമാണ് adjective. So when it is in the form of a clause which has a subject and a verb, it would be an adjective clause. Okay ആണല്ലോ. Next. എക്സാമ്പിൾ നോക്കിയേ. I met a very rich girl yesterday. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് പോവാം. I is the subject. Met is the verb. എന്താണ്? ആർട്ടിക്കിൾ ആണ്. ഇതൊക്കെ തന്നെ എഴുതാം. ഗേൾ നൗൺ ആണ് അല്ലേ. ഈ റിച്ച് എന്താ? അപ്പോ ഗേളിനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്, ആഡ്ജക്റ്റീവ് ആണ്. ഇതിലെ വെരി എന്താ?
adjectiveനെയും കൂടി ഡിസ്ക്രൈബ് ചെയ്യാണ് അല്ലേ? റിച്ച് എന്നുള്ളത് ശരിയാണ്. ആ റിച്ചിനെ ഒന്നും കൂടെ മോഡിഫൈ ആണ്. സോ ഇറ്റ്സ് എ മോഡിഫയർ. സോ ഇറ്റ് ക്യാൻ ബി adjectiveനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇസ് an adverb ആണ് അല്ലേ? അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് an intensifier. വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആഡ്ജക്റ്റീവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് an adverb അല്ലെങ്കിൽ intensifier അല്ലേ? കൂടുതൽ റിച്ച് ആണെന്ന് കാണിക്കാൻ വേണ്ടി യു ആർ ബേസിക്കലി ഇന്റൻസിഫൈങ് ദ ഇമോഷൻ. അപ്പം കൂടുതൽ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് an adverb. സോ റിച്ച് ഗേൾ യെസ്റ്റർഡേ, ഇവിടെ ഇപ്പൊ അഡ്ജക്റ്റീവ് മാത്രമാണ് ആണല്ലോ. ഇവിടെ നോക്കിയേ, ഐ മെറ്റ് ദ ഫയർ ഫൈറ്റർ ഹു ഹാഡ് സേവ്ഡ് മൈ ലൈഫ്. ഇവിടെ ഫയർ ഫൈറ്റർ ആണല്ലോ നൗണ്. ഈ ഫയർ ഫൈറ്ററിനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യല്ലേ ഈ ഹു ഹാഡ് സേവ്ഡ് മൈ ലൈഫ് എന്നുള്ളതില്? ആണല്ലോ. അവിടെ വേർബ് ഉണ്ട്, ഇത് വേർബാണ്. ഫയർ ഫൈറ്റർ ഇവിടുത്തെ സബ്ജക്റ്റ് ഹൂ ആണ്. സോ ഹൂ ഹാഡ് സേവ്ഡ് മൈ ലൈഫ് ആണല്ലോ. ഫയർ ഫൈറ്ററിനെ പറ്റി ഫുൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താ? ഹൂ ഹാഡ് സേവ്ഡ് മൈ ലൈഫ്. എന്നെ ജീവൻ രക്ഷപ്പെടുത്തിയ ഫയർ ഫൈറ്റർ ആണ് ഇയാള്. ബ്രേവ്, ഐ മെറ്റ് എ ബ്രേവ്. ഓക്കെ, ഐ വിൽ ജസ്റ്റ് ഐ മെറ്റ് എ ബ്രേവ് സോൾജർ എന്നാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ സോൾജറിന്റെ അഡ്ജക്റ്റീവ് മാത്രമാവും അത്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ക്ലോസ്. പക്ഷെ ഇവിടെ ഞാൻ ഫയർ ഫൈറ്ററിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഒരു സബ്ജക്റ്റും വേർബും ഉണ്ട്. ഹെൻസ് ദിസ് ഇസ് an adjective clause. ഓക്കെ ആണോ? ഇങ്ങനെയാണ് അഡ്ജക്റ്റീവ് ക്ലോസസ് എന്താണ്, വെറും അഡ്ജക്റ്റീവ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ ദ ഹോൾ തിങ് ഡിസ്ക്രൈബ്സ് ദ ഫയർ ഫൈറ്റർ വിച്ച് ഇസ് എ നൗൺ. ഈ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന തിങ് ഇസ് an adjective. Since it had a subject and a verb, it should be a clause. So it's an adjective clause. Next one. ഇനി adverbial clauses എന്താണ്? Like I said, adverb എന്താ? It modifies the verb. Adjective modifies the noun. Adverb modifies the verb. What modifies an adjective? Again, adverb. ഞാൻ നേരത്തെ പറയാം, വെരി റിച്ചിൽ വെരി ഇസ് an adverb or an intensifier. നമ്മളിത് യൂഷ്വലി ചെയ്യുന്നത് വെൻ എന്ന് ചോദിക്കുക, വേർ എന്ന് ചോദിക്കുക, വൈ, ഹൗ ഓർ അണ്ടർ വാട്ട് കണ്ടീഷൻ, കണ്ടീഷണൽ ആഡ്വേർബ്സ് എന്ന് പറയും. വേർബിനോട് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, വെൻ, വേർ, വൈ, ഹൗ ഓർ അണ്ടർ വാട്ട് കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ ഇഫ് ഇറ്റ്സ് എ ക്ലോസ് ദാറ്റ് യു ഗെറ്റ്, ദാറ്റ് വുഡ് ബി an adverbial clause. പ്ലീസ് റിമെമ്പർ ദീസ് ക്വസ്റ്റ്യൻ വേർഡ്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ വേർബിനോട് ചോദിക്കുമ്പോഴാണ്, വേർബിനെയാണ് ക്വാളിഫൈ ചെയ്യുന്ന ആഡ്വേർബ്സ്. വേർബിനോട് ഇഫ് ഐ ആസ്ക് ദാറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ്, ഇറ്റ് വിൽ ബി an adverbial clause. എക്സാമ്പിൾ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. She will meet me tomorrow. സിമ്പിൾ സെന്റൻസ് ആണ്. ഷീ സബ്ജക്റ്റ് ആണ്, വിൽ മീറ്റ് എന്താണ്? വേർബ് ആണ്. നീ ഇവിടെ ഒബ്ജക്റ്റ് ആണ്. ടുമോറോ എന്താണ്? അഡ്വേർബ് അല്ലേ? നാളെ കാണാം എന്ന് പറയുന്നത് an adverb. She will meet where? Meet when? Meet me tomorrow അല്ലേ? അപ്പൊ ഇവിടെ മീറ്റിനോട് ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആടാ? ഹൗ, when, where, why, how and under what condition അല്ലേ? when, where, why, how and under what conditions. Under what condition. ഇതാണ് നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ടു ദ വേർബ്. ഷീ വിൽ മീറ്റ് മീ വെൻ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ടുമോറോ എന്നാണ് ആൻസർ ചെയ്തത്. ടുമോറോ ക്ലോസ് ഇല്ല, ജസ്റ്റ് എ വേർഡ്. സോ ദാറ്റ് ഇസ് an adverb. ക്ലോസ് അല്ല, adverb. ഇനി അടുത്ത് നോക്കിയേ, ഷീ വിൽ കോൾ മീ, കോൾ ആണ് ഇവിടുത്തേത്. വെൻ, ഷീ വിൽ കോൾ ഞാൻ വേർബിനോട് വെൻ എന്ന് ചോദിച്ചു. അപ്പൊ ഐ ഹെഡ് വെൻ ഷീ റീച്ചസ് ദ എയർപോർട്ട്. കണ്ടോ, സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്. സോ ദിസ് ഇസ് എ ക്ലോസ് അല്ലേ? അവിടെ ഞാൻ വെൻ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ഫുൾ ക്ലോസ് ആണ് കിട്ടുന്നത്. സോ ദിസ് വിൽ ബി an adverbial clause. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇഫ് ഇറ്റ്സ് ജസ്റ്റ് എ വേർഡ്, ഇറ്റ്സ് ജസ്റ്റ് an adverb. പക്ഷെ ഒരു ക്ലോസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഇസ് an adverbial clause. ദാറ്റ്സ് ഓൾ. ഐ വിൽ മീറ്റ് ഹെർ വേർ വി യൂസ് ടു മീറ്റ് ഈച്ച് അതർ. മീറ്റ് ആണ്, മീറ്റിനോട് ഞാൻ വേർ എന്ന് ചോദിച്ചു. വേർ, ഐ വിൽ മീറ്റ് ഹെർ വേർ വി യൂസ് ടു മീറ്റ് ഈച്ച് അതർ. യൂസ് ടു മീറ്റ്, കണ്ടോ, ബി സബ്ജക്റ്റ് ഉണ്ട്, വേർബും ഉണ്ട്. ക്ലോസ് ആണ്, hence this is an adverbial clause. So please remember those questions. എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട? വേർബിനോട് how, when, where, why and under what condition. That is how you get an adverbial clause.
തിയറിറ്റിക്കലി നമുക്ക് പോവാം. അതിനുവേണ്ടി ഞാൻ എഴുതിയാണ്. കുറെ സബ് ടൈപ്സ് ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞായിരുന്നല്ലോ. വെൻ എന്ന് ചോദിക്കുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ടൈം അല്ലേ? ഐ വിൽ മീറ്റ് യു ടുമോറോ വെൻ യു കം ഹോം എന്ന് പറയുമ്പോൾ നാളെ ഫുൾ ഒരു ക്ലോസ് ഉണ്ട് അവിടെ. അപ്പോൾ അതൊരു വെൻ എന്ന് ചോദിക്കുമ്പോഴാണ്. കണ്ടോ? വെൻ, വൈൽ, ആസ്, ബിഫോർ, ആഫ്റ്റർ, സിൻസ്, അൺടിൽ ഇതൊക്കെയാണ്. വെൻ ദ വേർഡിക്റ്റ് വാസ് ഡെലിവേർഡ് ദ കോർട്ട് റൂം ഫെൽ സൈലന്റ് ഇല്ലേ? ദ കോർട്ട് റൂം ഫെൽ സൈലന്റ് വെൻ എന്ന് ഞാൻ ചോദിച്ചു. സൈലന്റ്, ഫെൽ സൈലന്റ് ആണ് അവിടുത്തെ വേർബ്. വേർബിനോട് ഞാൻ വെൻ എന്ന് ചോദിക്കുമ്പോൾ വേർഡിക്റ്റ് ഡെലിവർ ആയപ്പോഴാണ്. വേർഡിക്റ്റ് എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്, വാസ് ഡെലിവേർഡ് എന്നുള്ള വേർബ് ആണ്. സോ ഇറ്റ്സ് എ ക്ലോസ്, ഹെൻസ് ഇറ്റ്സ് എൻ ആഡ്വർബിയൽ ക്ലോസ് ഓഫ് ടൈം. റീസൺ ചോദിക്കാം. സിൻസ് ദ എവിഡൻസ് വാസ് ഇൻഅഡ്മിസിബിൾ ദ പ്രോസിക്യൂഷൻസ് കേസ് കൊളാപ്സ്ഡ്. സിൻസ് ദ എവിഡൻസ് വാസ് ഇൻഅഡ്മിസിബിൾ പ്രോസിക്യൂഷൻസ് കേസ് കൊളാപ്സ്ഡ് വേർബ് ആണ്. വൈ ഡിഡ് ഇറ്റ് കൊളാപ്സ്? ഞാൻ വൈ എന്ന് ഇവിടെ ചോദിച്ചു വേർബിനോട്. ഐ ഗോട്ട് ദ ആൻസർ എവിഡൻസ് ഇൻഅഡ്മിസിബിൾ ആയതുകൊണ്ട് കേസ് കൊളാപ്സ് ആയി. സോ അത് ഹോൾ ക്ലോസ് ആണ്. സോ ഇറ്റ്സ് എ റീസൺ. ഈ റിസൾട്ട്, എന്ത് റിസൾട്ട് കാരണം? എവിഡൻസ് വാസ് സോ കമ്പെല്ലിംഗ് ദാറ്റ് ദ ജൂറി ഡിസൈഡഡ് വിതിൻ അവേഴ്സ്. ഹൗ ഡിഡ് ദ ജൂറി ഡിസൈഡ് ഇൻ വിതിൻ അവേഴ്സ്? ബിക്കോസ് ദ എവിഡൻസ് വാസ് സോ കമ്പെല്ലിംഗ്. റിസൾട്ട് ആണ്. റിസൾട്ട് എവിഡൻസ് അത്രയും കമ്പെല്ലിംഗ് ആയതുകൊണ്ട് ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ദ ജൂറി ഡിസൈഡഡ് വിതിൻ ദ അവേഴ്സ്. ഇനി പ്ലേസ് ചോദിക്കുകയാണ്. ദ കോർട്ട് റീറ്റെയിൻസ് ജൂറിസ്ഡിക്ഷൻ വേർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അറ്റ് സ്റ്റേക്ക്. വേർ എന്നുള്ളൊരു കണക്ടർ ഉണ്ടല്ലേ അവിടെ. നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ക്വസ്റ്റ്യൻ വേർ, വെൻ, വൈ, വാട്ട്, വേർ, ഫോർ വാട്ട്, പേർപ്പസ് ചോദിക്കാം. ദ ഓർഡർ വാസ് സീൽഡ് ലെസ്റ്റ് ദ അക്യൂസ് ഡിസ്ട്രോയ് എവിഡൻസ്. എന്തുകൊണ്ട്? വൈ വാസ് ദ ഓർഡർ സീൽഡ്? സീൽഡ് ആണ് കമാൻഡ്. കമാൻഡിലെ വേർബ്. So you ask for what? Why was it sealed? Why did you seal it? For what did you seal the document? അപ്പൊ നമുക്ക് കിട്ടും because the accused didn't want to destroy the evidence. Condition. Under what condition? Unless the petition is filed in time, it will be barred. ഈ conditional sentences വരുമ്പോൾ this is a very short trick ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. Unless the petition is filed in time. പെറ്റിഷൻ ഫയൽ ചെയ്താലേ അടുത്തത് നടക്കുള്ളൂ. അപ്പൊ ഫയൽ ചെയ്യൽ അവിടെ ഒരു വേർബാണ്. ആ വേർബിന്റെ ഒരു കണ്ടീഷൻ ആണ് അവിടെ പറയുന്നത്. വേർബിനെ മോഡിഫൈ ചെയ്യാണ് ഓർ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഹെൻസ് ഇറ്റ്സ് ആൻ ആഡ്വേർബ്. ക്ലിയർ ആണല്ലോ? സോ ആഡ്വേർബിയൽ ക്ലോസസ് ആൻഡ് അഡ്ജക്റ്റീവ് ക്ലോസസ് ആണ് കൂടുതൽ ചോദിക്കുക. നൗൺ ക്ലോസസ് ഓൾസോ. നൗൺ ക്ലോസസ് പ്രിറ്റി സ്ട്രേറ്റ് ഫോർവേഡ് ടു അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക അല്ലെങ്കിൽ സബ്ജക്റ്റ് ഫുൾ ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി എഴുതാം. പക്ഷേ ഈ അഡ്ജക്റ്റീവും ആഡ്വേർബിയൽ ക്ലോസും ആണ് കുറച്ചൊന്ന് ട്വിസ്റ്റഡ് ആവുന്നത്. ബട്ട് നൗ ഇറ്റ് ഷുഡ് നോട്ട് ബി ദ കേസ് ഫോർ യു ബിക്കോസ് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അഡ്ജക്റ്റീവ് എന്താണ്, നൗണിനെ മോഡിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അഡ്വേർബ്സ് എന്തായിരിക്കും? വേർബിനോട് യു ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ് വെൻ, വൈ, വേർ, ഹൗ ആൻഡ് അണ്ടർ വാട്ട് കണ്ടീഷൻ. ആ കണ്ടീഷൻ എന്നുള്ളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ അൺലെസ് നോക്കി ഈ കണക്റ്റേഴ്സ് ആലോചിച്ചാൽ മതി. ഇഫ് അല്ലെങ്കിൽ അൺലെസ്, പ്രൊവൈഡഡ് ദാറ്റ്, ഷുഡ്, വെയർ, ടു, ഹാഡ് ഒക്കെ വരുമ്പോഴാണ് ഒരു കണ്ടീഷണൽ സെന്റൻസസ് ആണല്ലോ അതൊക്കെ. അങ്ങനെ വരുമ്പോൾ ഇറ്റ് വിൽ ബി ഓൾവേസ് എൻ ആഡ്വർബിയൽ ക്ലോസ് എന്ന് തന്നെ പഠിച്ചു വെച്ചോളൂ, കുഴപ്പമില്ല. സോ ദിസ് ഇസ് ഹൗ യു ഐഡന്റിഫൈ ഓൾ ദീസ് ക്ലോസസ്. ഇനി രണ്ടാമത്തെ ടൈപ്സ് ഉണ്ട്. കൺസെഷൻ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ ഈ ഓൾദോ കോൺട്രാസ്റ്റ് പറയില്ല. ഓൾദോ ഹി വാസ് ലേറ്റ് ഹി കുഡ് അറ്റൻഡ് ദ പാർട്ടി. അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് പറയുന്നിടത്തൊക്കെ കണ്ടോ, ഓൾദോ ദ എവിഡൻസ് വാസ് സർക്കംസ്റ്റാൻഷ്യൽ ദ കോർട്ട് ഫൗണ്ട് ദ അക്യൂസ് ഗിൽറ്റി. അതൊരു കണ്ടീഷണൽ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. കോൺട്രാസ്റ്റ് ഓർ കണ്ടീഷണൽ. സോ ഹെൻസ് ഇറ്റ് വിൽ ബി ആൻ ആഡ്വർബിയൽ ക്ലോസ്. കമ്പാരിസൺസ് പറയാണ്. നോക്കിയത് പെനാൽറ്റി വാസ് മോർ സിവിയർ ദാൻ ദ ഒഫൻസ് വാറന്റഡ്. മോർ എന്നൊക്കെ വരുമ്പോഴും ആഡ്വർബിയൽ ക്ലോസ് ആണ്. പ്ലീസ് റിമെമ്പർ ദ മോർ എന്നുള്ള ഈ കമ്പാരിസൺസ് ഉപയോഗിക്കുമ്പോഴും ഇറ്റ് വിൽ ബി ഓൾവേസ് ആഡ്വർബിയൽ ക്ലോസ്. ഇനി ഹൗ, മാനർ, ഹൗ ആയിട്ട് യു ആർ ആസ്കിങ് ഹൗ. ആഡ്വർബ് ഓഫ് മാനർ നമ്മൾ പഠിച്ചിട്ടില്ലേ? സോ ഹി കണ്ടക്ടഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ആസ് ഇഫ്, കണ്ടോ ഈ ആസ് ഇഫ്, ദിസ് ഇസ് ഹൗ ഹി കണ്ടക്ടഡ്, ആസ് ഇഫ് ഹി ഹാഡ് സംതിങ് ടു ഹൈഡ്. അവൻ എന്തോ മറയ്ക്കാനുള്ളത് പോലെ അവൻ ചെയ്തു. സോ ദാറ്റ് ഇസ് ഹൗ ഹി കണ്ടക്ടഡ് ഇറ്റ്. So a manner, how did he conduct the investigation എന്ന് ചോദിക്കുമ്പോൾ you get the answer. So that is also an adverbial clause. The degree or extent, the extent that the provision conflicts with the constitution, it is void. To the extent, as far as, insofar എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡിഗ്രി മെഷർമെന്റ് അല്ലെങ്കിൽ കമ്പാരിസൺ ഒക്കെ വരുമ്പോൾ it will be always an adverbial clause. Hope it is clear. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇതൊക്കെ തിയറി ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ കണക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ യു വിൽ ഹാവ് ദിസ്. നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് മേക്ക് ദ നോട്ട്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ വേർഡ്സ് ഞാനിവിടെ കാണിച്ചേക്കുന്നില്ലേ, ഓൾ ദോ എന്നുണ്ട്, ഈവൻ ദോ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ്. നോക്കിയേ, വൈൽ,
സോ മേക്ക് ഷുവർ ദാറ്റ് യു മേക്ക് ഒരു ഭയങ്കര പ്രിസൈസ് ആയിട്ട് ഭയങ്കര പോയിന്റർ നോട്ട്സ് ആയിട്ട് ഉണ്ടാക്കുക, സോ ദാറ്റ് ഇറ്റ്സ് ഈസി ഫോർ യു ടു റിവൈസ് ഓൾസോ. അങ്ങനെയാണെങ്കിൽ ഈ വേർഡ്സ് കണ്ടാൽ നിങ്ങൾക്ക് അപ്പം തന്നെ എഴുതാം അതൊരു അഡ്വർബിയൽ ക്ലോസ് ആണെന്നല്ലേ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ നോട്ട്സ് എഴുതുക. നോട്ട്സ് എഴുതിയിട്ട് മാറ്റി വെക്കരുത്. മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് ഹാൻഡി ആൻഡ് ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു ഓൾവേസ് റിവൈസ് ചെയ്തില്ലെങ്കിൽ തലയിൽ നിൽക്കില്ല. ലൈക്ക് ഐ സെഡ്, ചിലപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വീഡിയോസ് കാണുമ്പോൾ ഇതിലൊന്നും ഇല്ലല്ലോ എന്ന് തോന്നും, ബട്ട് ദ തിങ് ഇസ് യു forget it. ആ മറന്നു പോയിട്ട് കാര്യമില്ല. എക്സാമിന് യു ഹാവ് ടു റിമെമ്പർ ഇറ്റ്. സോ അതുകൊണ്ട് തന്നെ റൈറ്റ് പ്രോപ്പർ നോട്ട്സ് ആൻഡ് കീപ് ഇറ്റ് വിതിൻ യുവർ റീച്ച്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു ഡൗട്ട് വന്നാൽ എടുത്ത് നോക്കാനുള്ള രീതിയിൽ തന്നെ ഇംഗ്ലീഷിന് റൂൾ ബുക്ക് വയ്ക്കുക. ഓൾസോ ലീവ് സ്പേസ് ഇടയ്ക്കിടയ്ക്ക്, സോ ദാറ്റ് വെൻ യു ഗെറ്റ് ന്യൂ ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആഡ് ഇറ്റ് ടു ദ നോട്ട് ബുക്ക്. സോ ദാറ്റ് ആ ഒരു ഫുൾ അവസാനം നമുക്ക് പ്രിപ്പറേഷൻ കഴിയുമ്പോൾ യു ഷുഡ് ഹാവ് എ ഫുൾ പിക്ചർ, ഒരു പ്രോപ്പർ ഗ്രാമർ നോട്ട് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാണ്. നമ്മൾ ഈ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ ക്ലോസ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ലൈക്ക് ഐ സെഡ്, 3 ഓപ്ഷൻസ് ആണ്: നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, അഡ്വർബിയൽ ക്ലോസ്. ദാറ്റ്സ് 3 ക്ലോസസ് ദാറ്റ് വി ലേൺഡ്. ആ 3ലുള്ള ആൻസർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഐ ഷാൽ ഡു വാട്ട് എവർ ഷീ സേസ് ആണല്ലോ. ഐ ഷാൽ ഡു, ഞാൻ നേരത്തെ പറഞ്ഞോളൂ. ഇപ്പൊ ഞാനൊരു 10-20 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എല്ലാം പ്ലീസ് ലിസൺ ടു മീ. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം അറിയാമെന്നൊക്കെ തോന്നിയാലും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമുക്ക് എല്ലാം എപ്പോഴും അറിയില്ല. ദർസ് നോ വേ ദാറ്റ് വി നോ എവറിത്തിങ്. സോ ആ ബേസിക്സ് തന്നെ പഠിച്ചു പോവാം. ഐ ഇസ് ദ സബ്ജക്ട് ഹിയർ. ഷാൽ ഡു ആണ് ഇവിടുത്തെ വേർബ് ആണല്ലോ. ഐ ഷാൽ ഡു വാട്ട്, ഞാൻ വേർബിനോട് വാട്ട് എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് എന്താ ഉത്തരം കിട്ടിയേ? വാട്ട് എവർ ഷീ സേസ് ആണല്ലോ. സോ ദ ഹോൾ തിങ് ഇസ് ദ ഒബ്ജക്ട് ഹിയർ. ക്ലിയർ ആണല്ലോ. ഒബ്ജക്റ്റ് ആയിട്ട് ക്ലോസ് വരുമ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? ഇറ്റ് ഇസ് എ നൗൺ ക്ലോസ്. ഇത്രയേ ഉള്ളൂ പരിപാടി. യു സി, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഞാൻ വേർബിനോട് ഐ ഷാൽ ഡു വാട്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടി വാട്ട് എവർ ഷീ സേസ് ആണല്ലോ. അപ്പോൾ അതൊരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഇസ് എ ക്ലോസ് ബിക്കോസ് സബ്ജക്റ്റും ഉണ്ട് വേർബും ഉണ്ട്. സബ്ജക്ട് പ്ലസ് വേർബ് ഉള്ളപ്പോൾ എന്താ, അതൊരു ക്ലോസ് ആണ്. സോ ഇറ്റ്സ് എ നൗൺ ക്ലോസ്. ദിസ് ഇസ് ഹൗ യു ഐഡന്റിഫൈ. എക്സാമിന് നിങ്ങൾക്ക് 30 സെക്കൻഡ്സോ 20 സെക്കൻഡ്സോ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ പഠിക്കുകയാണ്, അതുകൊണ്ട് വിൽ ടേക്ക് സം ടൈം ആൻഡ് ലേൺ. ഇറ്റ്സ് ഫൈൻ. അടുത്ത് നോക്കിയേ, ഐ ഷാൽ ഡു ഇറ്റ് വെൻ വാട്ട് എവർ യു മേ സേ. നീ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യും, അതാണ് അതിന്റെ അർത്ഥം ആണല്ലോ. നോക്കിയ ഒരു ഇറ്റ് വന്നപ്പോൾ ആ സെന്റൻസിന്റെ ഫുൾ മീനിങ് മാറിയത് കണ്ടോ. സോ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ആ ഒരു വൈ ഡിഡ് ഐ പുട്ട് ബോത്ത് ദീസ് എക്സാമ്പിൾസ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ആൻഡ് നിങ്ങൾ നിങ്ങളുടേതായ എക്സാമ്പിൾസ് ഇടുമ്പോഴും മേക്ക് ഷുവർ യു പുട്ട് ചാലഞ്ച് യുവർ സെൽഫ്. ഇത്തിരി ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചെയ്ത് നോക്കുക, സോ ദാറ്റ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഐ ഷാൽ ഡു ഇറ്റ് വാട്ട് എവർ യു മേ സേ. നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. അഗൈൻ സബ്ജക്റ്റ് ഉണ്ട് ഇവിടെ, വേർബും ഉണ്ട് അല്ലേ. ഒബ്ജക്റ്റും വന്നല്ലോ ഇവിടെ. ആൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇറ്റ് ആണ്. അവിടെ കഴിഞ്ഞു, അതൊരു ക്ലോസ് അല്ല. അപ്പൊ ഇതെന്താ? നീ എന്ത് പറഞ്ഞാലും ഐ ഷൽ ഡു ഇറ്റ്. ആ ഡൂയിനെ ഐ ഷൽ ഡു ഇറ്റ് ഹൗ, വാട്ട് എവർ യു മേ സേ. നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഓർമ്മയുണ്ടല്ലോ. നമ്മളിവിടെ ചെയ്യും എന്നുള്ള കാര്യത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് വാട്ട് എവർ യു മേ സേ ആണല്ലോ. സോ വാട്ട് വുഡ് ബി ഇറ്റ്? ചെയ്യും ഓർ ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു വേർബാണ്. ഞാൻ വേർബിനെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ആൻ ആഡ്വർബിയൽ ക്ലോസ്. ഈ 2 ക്വസ്റ്റ്യൻ ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ് സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ്. കണ്ടോ, ഇവിടെ ഒബ്ജക്റ്റ് ഓൾറെഡി കഴിഞ്ഞു. ഒബ്ജക്റ്റ് ആണ് ക്ലോസ് ആവുന്നെങ്കിൽ ദാറ്റ് വിൽ ബി എ നൗൺ ക്ലോസ്. ഇത് ഒബ്ജക്റ്റ് ഓൾറെഡി ഇറ്റ് ആണ്. ഇനി നമ്മൾ പറയുന്നത് എന്താ? ചെയ്യുന്ന കാര്യത്തിന്റെ കണ്ടീഷൻ ആണ്. ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ വേർബ്. സോ ദിസ് ഇസ് എൻ ആഡ്വർബിയൽ ക്ലോസ്. ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കിയേ, ഐ കനോട്ട് സേ വാട്ട് ഹി ഈസ് ടോക്കിംഗ് അബൌട്ട്. എനിക്ക് ഐ കാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ കാൻ സേ വാട്ട് ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ആണല്ലോ. ഐ കനോട്ട് സേ വാട്ട്, ഞാൻ വാട്ട് എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് എന്ന് കിട്ടി, വിച്ച് ഇസ് എ സബ്ജക്ട്. വേർബ് ഉണ്ട്. ദ ഹോൾ തിങ് ഇസ് എൻ ഒബ്ജക്റ്റ് ആണല്ലോ. അപ്പൊ എന്താവും? വെൻ ദ ക്ലോസ് ഇസ് എൻ ഒബ്ജക്റ്റ്, ഇറ്റ് ഇസ് എ നൗൺ ക്ലോസ്. ഇനി ഹി ടോൾഡ് മീ വാട്ട് ഹിസ് ബ്രദർ ഹാഡ് ടോൾഡ് ഹിം. സെയിം ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, സബ്ജക്റ്റ് ഉണ്ട്, വേർബും ഉണ്ട്. ആരോട് പറഞ്ഞു? ഹി ടോൾഡ് മീ. ഹൂ? ഹി ടോൾഡ് ഹൂ? നീ ആണ്. അവിടെ ഒബ്ജക്റ്റും വന്നു കഴിഞ്ഞു. എന്തായാലും നൗൺ ക്ലോസ് അല്ല എന്ന് മനസ്സിലായി. ഹി ടോൾഡ് മീ വാട്ട് ഹിസ് ബ്രദർ ഹാഡ് ടോൾഡ് ഹിം. എന്നോട് പറഞ്ഞ കാര്യത്തിനെയാണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ടോൾഡ്. ഹി ടോൾഡ് മീ വാട്ട്. ടോൾഡിനോട് ഞാൻ വാട്ട് എന്ന് ചോദിക്കുമ്പോൾ, വേർബിനോട് ഞാൻ വാട്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം ഒരു ക്ലോസ് ആണ് കിട്ടിയത് അല്ലേ. വേർബിനോട് വാട്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഫുൾ സാധനം
ഓൾറെഡി ഒബ്ജക്റ്റ് ഇവിടെ കഴിഞ്ഞു. ഹി ടോൾഡ് മീ വാട്ട് ഹിസ് ബ്രദർ ഹാഡ് ടോൾഡ് ഹിം. ആ പറഞ്ഞ കാര്യത്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആണല്ലോ. സോ ദിസ് വുഡ് ബി ആൻ ആഡ്വർബിയൽ ക്ലോസ്. ക്ലിയർ ആണല്ലോ? അണ്ടർസ്റ്റാൻഡ്, നൗൺ ആയിട്ട് അല്ല ഒബ്ജക്റ്റ് ആയിട്ട് ഒരു ഫുൾ ക്ലോസ് ആണെങ്കിൽ മാത്രമേ അത് നൗൺ ക്ലോസ് ആവുള്ളൂ. ബാക്കി വരുന്നത് അഡ്വേർബ് അല്ലെങ്കിൽ ആഡ്ജക്റ്റീവ് ആയിരിക്കും. ഇവിടെ ഇപ്പൊ എന്തായാലും ഞാനൊരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, ഞാൻ എന്നോട് പറഞ്ഞ കാര്യത്തിനെയാണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാവുകൊണ്ട് അഡ്ജക്റ്റീവ് ക്ലോസ് ആകും. അടുത്ത, വൈൽ ഇറ്റ് വാസ് റെയിനിങ് നോബഡി വെന്റ് ഔട്ട്. വൈൽ എന്നുള്ളൊരു വേർഡ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ലിസ്റ്റിലുള്ള സാധനമാണ്. വൈൽ എന്ന് പറയുന്നത് എന്താ? വൈൽ ഇറ്റ് വാസ് റെയിനിങ് നോബഡി വെന്റ് ഔട്ട്. ഞാൻ പുറത്ത് പോയില്ല. വെന്റ് ഇസ് വാട്ട്? വേർബാണ്. ഈ പോവാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? റെയിനിങ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇറ്റ്സ് എ റീസൺ അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം പറയുന്നതാണല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ ഇത് എപ്പോഴും ആഡ്വേർബിയൽ ക്ലോസ് ആയിരിക്കും. ബിക്കോസ് എനിക്ക് പുറത്ത് പോകാൻ പറ്റാത്തതിന്റെ കാര്യമാണ്. ആ പോകാന്നുള്ളത് എന്താണ്? വേർബാണ്. വേർബിനെ ഡിഫൈൻ ചെയ്യുന്നത് ആഡ്വേർബാണ്. സോ ഹെൻസ് ദാറ്റ് ഇസ് എൻ ആഡ്വേർബിയൽ ക്ലോസ്. അല്ലെങ്കിൽ തന്നെ ഒരു ടൈം എന്ന് പറയുന്നത് വൈൽ ഐ വാസ് കമ്മിങ്, വൈൽ എന്നുള്ളൊരു വേർഡ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 99% എന്തായാലും ആഡ്വേർബിയൽ ക്ലോസ് ആയിരിക്കും. അടുത്ത് നോക്കിയേ, ഗിവ് ദ മണി ടു ഹൂ എവർ നീഡ്സ് ഇറ്റ്. ഗിവ് ദ മണി ടു. ഗിവ് ദ മണി ടു ആർക്ക് കൊടുക്കണം? ടു എന്ന് നോക്കുമ്പം whoever needs it എന്നാണ് പറയുന്നത് അല്ലേ? whoever is the subject, needs is the verb, so it's a clause. give the money to who എന്ന് ചോദിക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഒബ്ജക്റ്റ് കിട്ടും അല്ലേ? so the whole thing is the object here. അപ്പൊ ഇതെന്താവും? noun clause ആകും. അടുത്ത, this is the reason why he has not passed. അയാള് പാസ് ആവാ, this is the reason. റീസൺ എന്താ ഇവിടെ? റീസൺ വൈ ഹി ഹാസ് നോട്ട് പാസ്ഡ് ആണല്ലോ. ഈ റീസൺ വൈ ഹി ഹാസ് നോട്ട് പാസ്ഡില് അയാൾ പാസ്സാകാത്തതിന്റെ റീസൺ ഇതാണ്. ആ റീസണിനെയാണ് ഞാൻ പിന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. റീസൺ എന്താണ്? നൗൺ ആണ് അല്ലേ? ആ റീസൺ വൈ ഹി ഹാസ് നോട്ട് പാസ്ഡ്, ആ റീസണിനെ ഞാൻ ക്വാളിഫൈ ചെയ്യുന്നതാണ്, റീസണിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് ഇതെന്താകും? ദിസ് വിൽ ബി ആൻ ആഡ്ജക്റ്റീവ് ക്ലോസ്. അടുത്ത, I do not know why he will not come. I do not know. Do not know why he will not come. ഞാൻ വേർബിനോട് why ചോദിച്ചു. റിമെമ്പർ ആ ആഡ്വേർബ്സിന്റെ സബ് ടൈപ്സിൽ ഞാൻ പറഞ്ഞില്ലേ വേർഡ്സ് ഉണ്ടെന്ന്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വേർഡ്സ്, ആ വേർഡ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ഡു നോട്ട് നോ എന്ന് ഞാൻ വേർബിനോട് വൈ എന്ന് ചോദിക്കുമ്പോഴാണ് ഹി വിൽ നോട്ട് കം എന്ന് വരുന്നത്, വിച്ച് ഹാസ് എ സബ്ജക്ട് ആൻഡ് എ വേർബ് വിച്ച് ഇസ് എ ക്ലോസ്. സോ എന്ത് ടൈപ്പ് ഓഫ് ക്ലോസ് ആണ് ഇത്? ആഡ്വേർബിയൽ ക്ലോസ് ആണ്. ഈ വൈ ആണ് ഇവിടുത്തെ വേർഡ്. വൈ, വെൻ, ഹൗ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതാണ് ആഡ്വേർബിയൽ ക്ലോസ്. അടുത്ത നോക്കിയേ, ഐ കനോട്ട് സേ ഹൂസ് ബുക്ക് ദിസ് ഇസ്. ഐ കനോട്ട് സേ വാട്ട്? ഐ കനോട്ട് സേ ഹൂസ് ബുക്ക് ദിസ് ഇസ്. അപ്പോൾ ദ ഹോൾ തിങ് ഇസ് ദ ഒബ്ജക്റ്റ് ആണല്ലോ. അപ്പൊ എന്താവും? ഇത് നൗൺ ക്ലോസ് ആവും. ഞാൻ പറഞ്ഞില്ല പിന്നെ നമുക്ക് കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 10 seconds പോലും വേണ്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഐ ഹാവ് ഇൻവൈറ്റഡ് മൈ ഫ്രണ്ട്സ് ഹൂസ് പാരൻസ് ആർ ഇൻ ബാംഗ്ലൂർ. മൈ ഫ്രണ്ട്സ് എന്നുള്ളത് ഇവിടുത്തെ നൗൺ ആണല്ലോ. എന്തായാലും ഇവിടുത്തെ ഇത് നൗൺ ക്ലോസ് അല്ല, കാരണം ഐ സബ്ജക്റ്റ് ആണ്, മൈ ഫ്രണ്ട്സ് അവിടെ ഒബ്ജക്റ്റും ആയി കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ അത് പറ്റില്ല. അപ്പൊ ഇതെന്താണ്? ഈ ഫ്രണ്ട്സിന്റെ പാരൻസ് ആർ ഇൻ ബാംഗ്ലൂർ. ഇപ്പൊ ഫ്രണ്ട്സ് എന്നുള്ള നൗൺ ആണ്. ആ ഫ്രണ്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവരുടെ പാരൻസ് ബാംഗ്ലൂരിലാണ്. സോ യു ഡിസ്ക്രൈബ് ദ നൗൺ. അപ്പൊ ഇതെന്താവും? ആഡ്ജക്റ്റീവ് ക്ലോസ് ആകും. ഡു യു നോ വിച്ച് ഹെർ ഹൗസസ്? അവരുടെ വീട് ഏതാന്ന് നിനക്കറിയുമോ? ഡു യു നോ വാട്ട്? വിച്ച് ഹെർ ഹൗസസ്. ഡു യു നോ വാട്ട് എന്ന് ചോദിക്കുമ്പോൾ യു ഗെറ്റ് ദ ഒബ്ജക്റ്റ് വിച്ച് ഇസ് ദ ഹോൾ തിങ്. ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോ എന്താകും? നൗൺ ക്ലോസ് ആകും. അടുത്ത, ഐ നോ ദാറ്റ് ഹി വിൽ കം. ഐ നോ വേർബിനോട് ഞാൻ ഐ നോ വാട്ട് ദാറ്റ് ഹി വിൽ കം ആണല്ലോ. അഗൈൻ ഇതെന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ആവുമ്പോൾ ദിസ് വിൽ ബി എ നൗൺ ക്ലോസ്. വാട്ട് എന്ന് ചോദിക്കുമ്പോൾ വെർബിനോട് ചോദിക്കുമ്പോൾ ഒബ്ജക്റ്റ് കിട്ടണം, അപ്പോൾ അത് നൗൺ ക്ലോസ് ആവും. വേർ, വെൻ, ഹൗ ഒക്കെ ചോദിക്കുമ്പോഴാണ്
എന്താവുന്നത്? adverbial clause ആകുന്നത്. I am happy that she is successful. ആണല്ലോ. I am happy. ഹാപ്പി എന്താ അവിടെ? ഐ ഒരു ഇവിടുത്തെ നൗൺ ആണ് അല്ലെ, പ്രോനൗൺ ഓർ നൗൺ ആണ്. ഐ ആം ഹാപ്പി ഇവിടെ എന്താണ്? അപ്പം എന്നെ പറ്റി ഞാൻ പറയാണ്. സോ ഇറ്റ്സ് എൻ ആഡ്ജക്റ്റീവ് ആണല്ലോ. ദാറ്റ് ഷീ ഈസ് സക്സസ്ഫുൾ. ദാറ്റ് ഷീ ഈസ് സക്സസ്ഫുൾ ക്വാളിഫൈസ് ദ ആഡ്ജക്റ്റീവ്. ആഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യുന്നത് എന്താണ്? ആഡ്വേർബ് ആണ്. ആൻഡ് ഇവിടുത്തെ ആഡ്വേർബ് ഒരു സബ്ജക്റ്റും ഉണ്ട്, ഒരു വേർബും ഉള്ളത് കൊണ്ട് ഇറ്റ് വിൽ ബി എ ക്ലോസ്, ആഡ്വേർബിയൽ ക്ലോസ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും, കാരണം അഡ്ജക്റ്റീവിനെ എന്ത് ക്വാളിഫൈ ചെയ്യുന്നത് അഡ്വേർബ്സ് ആണെന്ന് ഓർക്കുക. അടുത്ത, വി കം ഹിയർ സോ ദാറ്റ് വി മേ സ്റ്റഡി. വി കം ഹിയർ ഫോർ വാട്ട്? ഇറ്റ്സ് എൻ ആഡ്വേർബ് ഓഫ് റീസൺ. ആദ്യം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ ടൈപ്സ് ഓഫ് ആഡ്വേർബ്സിൽ? ഇറ്റ്സ് എൻ ആഡ്വേർബ്. റീസൺ ആണ് ചോദിക്കുന്നത്. റീസൺ കിട്ടുമ്പോൾ അതൊരു ആഡ്വേർബിയൽ ക്ലോസ് ആണ്. ഹി ഈസ് സോ വീക്ക് ദാറ്റ് ഹി കനോട്ട് റൺ. ഇവിടെ ഈ വീക്ക് എന്നുള്ള ആഡ്ജക്റ്റീവിനെയാണ് ഇത് വീണ്ടും പറയുന്നത്. ആ ആഡ്ജക്റ്റീവ് വീക്ക് ആയതുകൊണ്ട് പുള്ളിക്ക് ഓടാൻ പറ്റുന്നില്ല. ആ വീക്ക് എന്നുള്ള ആഡ്ജക്റ്റീവിനെ വീണ്ടും ക്വാളിഫൈ ചെയ്യാണ്. ഹെൻസ് ദിസ് ഇസ് എൻ ആഡ്വേർബിയൽ ക്ലോസ്. ഇനി സിൻസ് ഷീ ഈസ് ഇൽ ഷീ കനോട്ട് ഗോ ഔട്ട്. സിൻസ് ഷീ ഈസ് ഇൽ. സിൻസ് എന്നുള്ള വേർഡ് കണ്ടല്ലോ, ഞാൻ ആദ്യം വേർഡ് ലിസ്റ്റ് ഓഫ് വേർഡ്സിൽ പറഞ്ഞായിരുന്നു. ഇറ്റ്സ് എ റീസൺ. അഗൈൻ റീസൺ ആണ് പറയുന്നത്. ആഡ്വേർബ് ഓഫ് റീസൺ. സോ ഇതൊരു ആഡ്വേർബിയൽ ക്ലോസ് ആണ്. ഓക്കെ ആണല്ലോ. ലൈക്ക് ഐ സെഡ്, പ്ലീസ് റിമെമ്പർ ദോസ് വേർഡ്സ് ആൻഡ് കണക്ടേഴ്സ് ഒക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ റിമെമ്പർ ചെയ്താൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ കിട്ടും. സോ ഒരു ജസ്റ്റ് ഒരു ഐഡന്റിഫിക്കേഷൻ നമുക്ക് പറയാം. നമ്മൾ ആദ്യം ക്ലോസ് എന്താന്ന് പഠിച്ചു അല്ലേ? ക്ലോസ് എന്താണ്? സബ്ജക്റ്റും വേർബും വരുന്ന ക്ലോസസ് ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഇതിൽ തന്നെ ഡിപ്പെൻഡന്റ് ക്ലോസസിന് 3 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. നൗൺ ഉണ്ട്, ആഡ്ജക്റ്റീവ് ഉണ്ട്, ആഡ്വേർബ് ഉണ്ട് ആണല്ലോ. ഇനി നൗൺ എന്താണ്? ഒരു സബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാം, ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ആയിട്ട് ആക്ട് ചെയ്യാം. യൂഷ്വലി നമ്മൾ വേർബിനോട് വാട്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് കിട്ടണം. ആൻഡ് വെൻ ദാറ്റ് ഒബ്ജക്റ്റ് ഇസ് എ ക്ലോസ്, അങ്ങനെയാണെങ്കിൽ എന്താവും? അത് നൗൺ ക്ലോസ് ആവും. അങ്ങനെയാണ് യൂഷ്വലി നമ്മൾ ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അഡ്ജക്റ്റീവ് എന്താ? അഡ്ജക്റ്റീവ് സംതിങ് ദാറ്റ് ക്വാളിഫൈസ് എ നൗൺ. അതൊരു ക്ലോസ് ആണെങ്കിൽ ദ ബുക്ക് ദാറ്റ് യു ഗേവ് മീ വാസ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ബുക്കിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അല്ലേ? അപ്പോൾ ദാറ്റ് ഇസ് എ ബുക്ക് ഇസ് എ നൗൺ. ബുക്ക് ദാറ്റ് യു ഗേവ് മീ എന്ന് പറയുമ്പോൾ അതെന്താവും? അഡ്ജക്റ്റീവ് ക്ലോസ് ആവും. അഡ്വേർബിയൽ ക്ലോസസിനാണ് നമ്മൾ കുറേ കണ്ടത് അല്ലേ? യു ആസ്ക് വൈ, വേർ, വെൻ, ഹൗ, അണ്ടർ വാട്ട് കണ്ടീഷൻ. അണ്ടർ വാട്ട് കണ്ടീഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് വേർബിനോട് ചോദിച്ച് ഇഫ് യു ഗെറ്റ് ദ ആൻസർ ആസ് എ ക്ലോസ്, ദാറ്റ് വിൽ ബി എൻ അഡ്വേർബിയൽ ക്ലോസ്. ക്ലിയർ ആണല്ലോ? ഇത്രയും മതി. ഓൾസോ ദാറ്റ്സ് ഓൾസോ റീസൺ ആണ്, അല്ലെങ്കിൽ ഒരു ടൈം ആണ്, അല്ലെങ്കിൽ ഒരു മാനർ ഓഫ് അൻ ആക്ഷൻ, ഒരു മാനർ ഓഫ് എ വേർബ് ആണെങ്കിൽ എല്ലാം അഡ്വേർബിയൽ ക്ലോസ് ആയിരിക്കും. അഡ്വേർബിയൽ ക്ലോസസ് ആണ് കുറേ കൂടെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ കുറേ ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് ഒക്കെ വരുന്നത് യൂഷ്വലി അഡ്വേർബിയൽ ക്ലോസസിലാണ്. ബട്ട് ലൈക്ക് ഐ സെഡ്, നൗണും അല്ല അഡ്ജക്റ്റീവ് ക്ലോസും അല്ല എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അഡ്വേർബിയൽ ക്ലോസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അങ്ങനെയായാലും മതി. ഞാനിവിടെ പറയുന്നത് ഇംഗ്ലീഷ് നിങ്ങൾ വളരെ ലോജിക്കലായിട്ട് തന്നെ പഠിച്ചാൽ തന്നെ കുറേ ഓപ്ഷൻ എലിമിനേഷൻ വഴിയൊക്കെ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ഇതിനൊരു തിയറിറ്റിക്കൽ ആണ്, ഒരു ലാംഗ്വേജ് ആണെന്നൊക്കെ പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പാട്. നിങ്ങൾ മാത്സ് ചെയ്യുന്ന പോലെ തന്നെ ഓപ്ഷൻ എലിമിനേഷൻ വെച്ച് ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. സോ ലൈക്ക് ഐ സെഡ്, നിങ്ങൾക്ക് നൗൺ ക്ലോസ് ഐഡന്റിഫൈ ചെയ്യാനും അഡ്ജക്റ്റീവ് ക്ലോസ് ഐഡന്റിഫൈ ചെയ്യാനും ഉറപ്പായിട്ടും അറിയാമെങ്കിൽ ഇത് രണ്ടും അല്ലെങ്കിൽ അഡ്വേർബിയൽ ക്ലോസ് ആണെന്ന് പറഞ്ഞ് ഉത്തരം എഴുതിയിട്ട് വരാം. സോ ദാറ്റ് ഇസ് ഹൗ യു ഓപ്ഷൻ എലിമിനേഷൻ ഒക്കെ ഇതിൽ ചെയ്യാം. സോ ഞാൻ പറഞ്ഞ പോലെ ക്ലോസസ് ആർ വെരി ഫണ്ടമെന്റൽ കാര്യമാണ്. ഈ ക്ലോസസ് മനസ്സിലാക്കിയ ക്ലോസസ് വൃത്തിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പിന്നെ ഇംഗ്ലീഷിലെ ഇത്തിരി കൂടെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസിൽ കുറേ ക്വസ്റ്റ്യൻസ് ഈസിലി സോൾവബിൾ ആവും. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ഗോ ത്രൂ ദ നോട്ട്സ് വെരി കെയർഫുള്ളി. ഈ ക്വസ്റ്റ്യൻസ് വീഡിയോ കാണുമ്പോൾ തന്നെ പോസ് ദ വീഡിയോ, മേക്ക് യുവർ ഓൺ നോട്ട്സ്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തപ്പോഴും ഐ ഫോർഗോട്ട് ടു ടെൽ യു. അപ്പോൾ പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ പോസ് ചെയ്യുക ആൻഡ് ദെൻ സ്വയമായിട്ട് അതിനെ ആൻസർ ചെയ്ത് നോക്കുക ആൻഡ് ദെൻ ലുക്ക് അറ്റ് ദ എക്സ്പ്ലനേഷൻ. സോ ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊരു സെൽഫ് ഇവാലുവേഷനും കൂടെ വേണമല്ലോ. സോ ദാറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മാസം 2 മാസം കഴിഞ്ഞ് വീണ്ടും ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഒന്നും കൂടെ ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇഫ് യു സ്കോർ ഫുൾ മാർക്സ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങളിപ്പോൾ പഠിച്ചു. ഒരു സെൽഫ് ഇവാലുവേഷൻ ആൻഡ് പ്രോഗ്രസ് ഇവാലുവേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ്. സോ ഞാൻ പറഞ്ഞ പോലെ മേക്ക് യുവർ ഓൺ നോട്ട്സ്, പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, റിവൈസ് ഇറ്റ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് വെരി
വെരി വെരി ക്ലിയർ ഇൻ യുവർ ഹെഡ്. എന്നാലും നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻ എന്തിന്റെ ഉദ്ദേശം എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് ഉത്തരം കിട്ടി മാർക്ക് വാങ്ങണം അല്ലേ? അതിന് വേണ്ടിയിട്ട് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു റിവൈസ് ഇറ്റ് വെരി പ്രോപ്പർലി ആൻഡ് സ്റ്റഡി വെരി വെൽ. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വേറൊരു കോൺസെപ്റ്റ് പഠിക്കാം. താങ്ക് യു സോ മച്ച്.